ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തതാണ്. കാലി ഡബ്ബയാണ്. ഒരു ടാൽക്ക പൗഡർ യൂസ് ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ ഈ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ ടാൽക്ക പൗഡർ ഒഴിവാക്കിയിട്ട് അസ്സലാമലൈക്കും, വെൽക്കം ബാക്ക് ടു ഷാനാസ് വ്ലോഗ്. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. ഞാനും അൽഹംദുലില്ലാഹ് സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. നമ്മുടെ ഇന്നത്തെ വീഡിയോ വന്നിട്ട് നമ്മൾ കുറേയായി ഹോൾ വീഡിയോ, മീഷോ ഹോൾ, മിന്ത്ര ഹോൾ, ഇങ്ങനെ ഹോൾ വീഡിയോസ് തന്നെ ചെയ്യുന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു, നമ്മൾ പണ്ടൊക്കെ ചെയ്യാറുണ്ട്, ഒരുപാട് പ്രൊഡക്റ്റിന്റെ റിവ്യൂ പറയാറുണ്ടായിരുന്നു. അതിന് ഒരുപാട് പേർക്ക് ഇഷ്ടമായിരുന്നു, ഒരുപാട് പേർക്ക് അത് യൂസ്ഫുൾ ആയെന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് അങ്ങനെയും മെസ്സേജസ് ഒക്കെ വരാറുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ കുറേയായി പ്രൊഡക്റ്റിന്റെ റിവ്യൂസ് ഒക്കെ ചെയ്തിട്ട്. സോ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത്, ഇന്നെന്ന് മാത്രമല്ല ഇനി അങ്ങോട്ട് നമുക്ക് പാർട്ടായിട്ട് പോവാം. പാർട്ട് 1, 2 ആയിട്ട് അങ്ങനെയാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം ഒറ്റ വീഡിയോയിൽ എല്ലാം കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിക്കുന്നില്ല. അതായത് ഞാൻ ബ്യൂട്ടി പ്രൊഡക്ട്സ്, അതായത് സ്കിൻ കെയറും മേക്കപ്പ് പ്രൊഡക്ട്സും രണ്ടിൽ നിന്നും ഞാൻ യൂസ് ചെയ്തിട്ട്, ഇത് പ്രൊമോഷൻ അല്ല, ഞാൻ ആദ്യം തന്നെ എടുത്തു പറയാം, പ്രൊമോഷൻ രീതിയിൽ ചെയ്യുന്നതല്ല. ഞാൻ ജെനുവിനായിട്ട് ഞാൻ യൂസ് ചെയ്തിട്ട് ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറച്ച് പ്രൊഡക്റ്റുകൾ ഉണ്ട്. അതിന്റെ പ്രൂഫ് സഹിതം, അതായത് ഞാൻ യൂസ് ചെയ്ത ഡബ്ബ അടക്കം ഞാൻ നിങ്ങളെ കാണിച്ചു തരും. കാലി ഡബ്ബയും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അപ്പൊ നിങ്ങൾക്കത് വിശ്വസിച്ച് വാങ്ങിക്കാലോ. എന്താണ് അതിന്റെ കറക്റ്റ് റിസൾട്ട് എന്നൊക്കെ നിങ്ങൾ അറിയിച്ചു തരാൻ വേണ്ടിയിട്ട് ഓരോ പ്രൊഡക്റ്റും ഓരോരോ വീഡിയോയിലായിരിക്കും നമ്മൾ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോ വന്നിട്ട് ഒരു കോമ്പാക്ട് പൗഡർ ആണ് നമ്മൾ ഇന്ന് കാണിക്കുന്നത്. എല്ലാവർക്കും ഫൗണ്ടേഷൻ യൂസ് ചെയ്യുന്നത് അത്ര ഇഷ്ടമുള്ള കാര്യമായിരിക്കില്ല, പക്ഷെ എല്ലാവരും പൗഡർ യൂസ് ചെയ്യും അല്ലെ. നമ്മളെ നോർമൽ ടാൽക്കം പൗഡർ എല്ലാവരും യൂസ് ചെയ്യും, പക്ഷെ ഫൗണ്ടേഷൻ എല്ലാവരും യൂസ് ചെയ്യുന്നുണ്ടാവില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു കോമ്പാക്ട് ടാൽക്കം പൗഡറിന് പകരം നമുക്ക് കോമ്പാക്ട് പൗഡറിലേക്ക് ഒന്ന് ആളുകളെ എല്ലാവരെയും ഒന്ന് നമുക്ക് മാറ്റാം. ഞാൻ ആദ്യം വിചാരിച്ചു ഒരു സ്റ്റെപ്പായിട്ട് ടോണർ, മോയ്സ്ചർ, അങ്ങനെ സ്കിൻ കെയറിലേക്ക് വന്നിട്ട് പിന്നെ മേക്കപ്പിലേക്ക് ചാടി അങ്ങനെ പോവാന്ന്. പക്ഷെ എനിക്ക് അങ്ങനെ എല്ലാം ഒരു ബെസ്റ്റ് പ്രൊഡക്റ്റ് അങ്ങനെ പറയാനൊന്നും ആയിട്ടില്ല. ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതിൽ ബെസ്റ്റ് ആയിട്ട് തോന്നിയത് മാത്രമാണ് നിങ്ങളോട് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകുന്നത് ഒരു അടിപൊളി കോമ്പാക്ട് പൗഡർ ആണ്. അപ്പൊ അതിന്റെ തെളിവ് സഹിതം അതിന്റെ പ്രൂഫോട് കൂടി നിങ്ങൾ കാണിച്ചു തരും. കാരണം 3ാമത്തെ ബോട്ടിൽ ആ ഒരു ഡബ്ബാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ ഞാൻ അത് വാങ്ങി ഞാൻ അൺബോക്സ് കൂടി ചെയ്തിട്ടില്ല. 2 യൂസ് ചെയ്ത് കാലിയായിട്ടുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഇതിന്റെ കുറച്ച് പോയിന്റ്സ് എടുത്തു പറയാനാണെങ്കിൽ, ഇതിന് അത്യാവശ്യം ഷെയ്ഡ്സ് ഉണ്ട്. ഷെയ്ഡ്സ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. എങ്ങനെയാണ് ഷെയ്ഡ്സ്, പെട്ടെന്ന് നമുക്ക് ഷെയ്ഡ്സ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. എനിക്ക് ഭയങ്കര ഡൗട്ടുള്ള ഒരാളായിരുന്നു ഈ ഒരു ഷെയ്ഡ്സ് ചൂസ് ചെയ്യുന്ന ഒരു കാര്യത്തിൽ. ഷെയ്ഡ്സ് നമ്മൾ കറക്റ്റ് ചൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മളെ സ്കിന്നിൽ ഇടുന്ന സമയത്ത് എനിക്ക് അങ്ങനെ ഒരു പണി പറ്റിയത്, നമ്മളെ ലാക്മിയുടെ ഒരു കോമ്പാക്ട് പൗഡർ ഞാൻ ഉപയോഗിച്ച സമയത്ത് നമ്മൾ പുറത്തു പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഭയങ്കര മൊത്തത്തിൽ ഡള്ളാവും. ഒരുപാട് പേര് അങ്ങനെ കംപ്ലൈന്റ് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്താൽ വലിയ പ്രശ്നമൊന്നുമില്ല. കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസ് പെട്ടെന്ന് ഡള്ളാവുന്നു. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മൾ കറക്റ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യാത്തത് കൊണ്ട് മാത്രമാണ് കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ നമുക്ക് ഷെയ്ഡ് ചൂസ് ചെയ്യാൻ കുറച്ച് എളുപ്പ വഴികൾ എന്നല്ല, നമുക്ക് പെട്ടെന്ന് ഒരുപാട് ഷെയ്ഡ്സ് ഇല്ല, കുറച്ച് ഷെയ്ഡ്സേ ഉള്ളൂ. അപ്പൊ അതിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ ഷെയ്ഡ് പിക്ക് ചെയ്യാനും ഒരു എളുപ്പമുണ്ട്. കാരണം ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തു, എനിക്ക് വലിയ അറിവൊന്നുമില്ല, പക്ഷെ ഞാൻ അങ്ങനെ സെലക്ട് ചെയ്തു, എനിക്ക് കറക്റ്റ് ആയിട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. അടുത്തൊരു പോയിന്റ് പറയാനുള്ളത്, ഇത് അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസ് ആണ്. ഇതിന് പ്രൈസ് വന്നിട്ട് 160 റുപ്പീസ് എങ്ങനെ ഈ ഒരു കോമ്പാക്ട് പൗഡറിന് വരുന്നുള്ളൂ. അതും എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. എന്തായാലും നമ്മൾ കോമ്പാക്ട് പൗഡറിന് നോക്കുന്ന സമയത്ത് എന്തായാലും 200 എബോ എല്ലാത്തിനും അധികം കോമ്പാക്ട് പൗഡറിനും ആ ഒരു പ്രൈസ് വരുന്നുണ്ട്. അത്യാവശ്യം നല്ല അഫോർഡബിൾ പ്രൈസിൽ കിട്ടുന്ന ബെസ്റ്റ് ആയിട്ടുള്ള ഒരു കോമ്പാക്ട് പൗഡർ ആണ് ഇത്. എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളതാണ്. ഞാൻ എന്തായാലും ഇങ്ങനെ പറഞ്ഞ് ഇതാക്കുന്നില്ല. ഞാൻ എന്തായാലും പെട്ടെന്ന് കാണിച്ചു തരാം ഏതാണ് പ്രൊഡക്റ്റ് എന്ന് വെച്ചാൽ ഇതാണ്. ഇത് NYBയുടെ റൺവേ റേഡിയൻസ് എന്ന് പറഞ്ഞിട്ട്, റൺവേ തന്നെയല്ലേ, യെസ്, റൺവേ റേഡിയൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു, ഞാൻ ഇതുവരെ പേര് വായിച്ചില്ല. NYBയുടെ കോമ്പാക്ട് പൗഡർ എന്നുള്ളൊരു സംഭവമേ ഉള്ളൂ. ഈ ഒരു റൺവേ റേഡിയൻസ് എന്നൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ നോക്കുന്നത്. ഈ ഒരു കോമ്പാക്ട് പൗഡർ ആണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരാള്. സോ ഇതിന്റെ 2 കാലിടപ്പം ഞാൻ ഫസ്റ്റ് കാണിച്ചു തരാം. എന്നിട്ട് ഫസ്റ്റ് ഞാനിപ്പോൾ പുതിയത് വാങ്ങിയത് പറഞ്ഞില്ല, അത് ഞാൻ ഓപ്പൺ ചെയ്ത് നിങ്ങളെ മുന്നിൽ ഒരുമിച്ച് ഓപ്പൺ ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഇത് രണ്ടും ഞാൻ യൂസ് ചെയ്തതാണ്. കാലി ഡബ്ബയാണ്. ഓക്കെ, ഇത് ഇതിന്റെ ഈ ഒരു സ്പഞ്ച് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്ലൈ ചെയ്യാൻ നല്ല സുഖമാണ്. ഓക്കെ, ഇത് കാലി ഒന്നുമില്ല, അത്രയും പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ഏകദേശം ഫുൾ കാലിയായിട്ടുണ്ട്. അവിടെ ഇവിടെ ജസ്റ്റ്
ഓക്കെ, ഇതിൻ്റെ ഇതും അത്യാവശ്യം കാലം ഇത് ഇവിടെ സൈഡിലൊരു മിനിറ്റ്. ഓക്കെ, ഇതും പൊത്ത കാലി അയച്ചിട്ടുണ്ട്. അപ്പൊ 2 കാലി ഡബ്ബ നിങ്ങൾ കണ്ടല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഉറപ്പാണ്, ഞാൻ വെറുതെ പറയല്ല, സൂയിന്റെ ഡ്രസ്സിലൊക്കെ ഞാൻ വെറുതെ പറയല്ല, ഇതൊരു പ്രൊമോഷൻ വീഡിയോ അല്ല, എൻവൈബയുടെ പ്രൊഡക്റ്റിന്റെ പ്രൊമോഷൻ ഒന്നല്ല ഇവിടെ നടക്കുന്നത്. ഇത് ഞാൻ യൂസ് ചെയ്തിട്ട് അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. സോ നിങ്ങൾ ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒന്ന് ചേഞ്ച് ചെയ്ത് നോക്കൂ, ഈ ഒരു സംഭവം ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾ ഇതിൽ എന്താ പറയുക സ്റ്റിക്ക് ഓൺ ആവും. കാരണം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങളിത് യൂസ് ചെയ്യും, അത് ഉറപ്പാണ്. കാരണം ഇത് നമുക്ക് ഫൗണ്ടേഷൻ ഒന്നും യൂസ് ചെയ്യാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഏത് ഫൗണ്ടേഷൻ യൂസ് ചെയ്യാത്തവരും ടാൽക്കം പൗഡർ യൂസ് ചെയ്യല്ലോ. അപ്പോൾ എന്തായാലും ഈ ഒരു പ്രൊഡക്റ്റ് ആ ഒരു ടാൽക്കം പൗഡർ ഒന്ന് മാറ്റി വെച്ചിട്ട് ഇത് യൂസ് ചെയ്യൂ കേട്ടോ, അടിപൊളിയാണ്. ഓക്കെ, ഭയങ്കര പുട്ടിയടിച്ച് പോലെ അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് നമ്മൾ പൗഡർ ഇടുന്നതിലും കുറച്ച് നല്ലൊരു ഫിനിഷിങ് കിട്ടും, നല്ലൊരു റേഡിയൻ, നല്ലൊരു നീറ്റ്നെസ് ഫേസിൽ കിട്ടും, സ്കിന്നിൽ കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാം. സോ നമുക്ക് ഇതിൻ്റെ പുതിയ ബോട്ടിൽ, പുതിയത് ഇതാണ്. ഓക്കെ, പുതിയത് ഇതാണ്. സോ ഇത് ഞാൻ അൺബോക്സ് ചെയ്യാം, നിങ്ങളെ മുന്നിൽ തന്നെ അൺബോക്സ് ചെയ്യാം. സൗണ്ട് ഉണ്ടാക്കല്ലേ. ഇതെന്താ ബ്രൈറ്റനിങ് പ്രൈമർ. ഇതെന്താ അറിയില്ല, ഇത് ഇതിന്റെ കൂടെ തോന്നുന്ന സംഭവം. അപ്പൊ ഇതാണ് നമ്മൾ ആ ഒരു പ്രോഡക്റ്റ്. അപ്പൊ ഞാനിത് ഓപ്പൺ ചെയ്യട്ടെ കേട്ടോ. ഞാനിത് നിങ്ങളെ മുന്നിൽ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കായിരുന്നു. ഇപ്പൊ 2-3 ദിവസമായി ഞാനിങ്ങനെ വിചാരിക്കുന്നു ഇതിൻ്റെ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം മറ്റേതിങ്ങനെ ഒപ്പിച്ച് യൂസ് ചെയ്ത് കൊണ്ടുവന്നാണ് കേട്ടോ. ഓക്കെ, അപ്പം ഞാനിപ്പോൾ എവിടെയെങ്കിലും പുറത്ത് പോവാണെങ്കിൽ ഒരു ഫൗണ്ടേഷൻ ഇട്ടിട്ടില്ലെങ്കിലും ജസ്റ്റ് ഇതൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കും, ഫിനിഷ്, അത്ര മതി. ഓക്കെ, അപ്പം ഇത് നമുക്ക് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇത് നമുക്ക് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സ്പഞ്ച് നമ്മളൊന്നും ടച്ച് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ടുള്ള ക്ലീൻ ആയിട്ടുള്ള സ്പഞ്ച്. ഓക്കെ, ഇതാണ് നമ്മളെ പ്രോഡക്റ്റ്. ഇതിന് മുന്നിൽ ഇങ്ങനെ ഒരു കവർ ഉണ്ടാവും. ജസ്റ്റ് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. ഇതാണ് ഞാൻ യൂസ് ചെയ്യുന്ന ആ ഒരു പ്രോഡക്റ്റ്. ഇങ്ങനെ കയ്യിലിട്ടിട്ടുണ്ടെങ്കിൽ ഒന്നും അത്ര മനസ്സിലാവില്ല കേട്ടോ. ഇതിപ്പോൾ എനിക്ക് കണ്ടിട്ട് വേറെ എന്തോ പോലെ തോന്നുന്നത്. പക്ഷെ ഇങ്ങനെ ഒന്നല്ല, ഫേസിലിടുമ്പോൾ കറക്റ്റ് ആ ഒരു നന്നായിട്ട് ബ്ലെൻഡ് ആവും. കറക്റ്റ് നമ്മളെ ഏതാണോ നിങ്ങളുടെ സ്കിൻ ടോൺ അത് കറക്റ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യാം. സോ ഞാൻ ഇനി അടുത്തത്, ഇതാണ് പ്രൊഡക്റ്റ്, നിങ്ങൾ കണ്ടല്ലോ. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞു 160 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വന്നിട്ടുള്ളത്. ഞാൻ വാങ്ങിയ 160ക്കാണ്. ഇതിൽ MRP പ്രൈസ് 229 ആണ് വന്നിട്ടുള്ളത്. 160ക്കാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. 3 തവണയും ഞാൻ അങ്ങനെ തന്നെയാണ് വാങ്ങിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പം ചിലപ്പോൾ നിങ്ങൾ വാങ്ങിക്കുമ്പോൾ അതിൽ കുറയാനുള്ള ചാൻസ് ഉണ്ട്. ചിലപ്പം 170 അങ്ങനെ എന്താ അങ്ങോട്ടും ഇങ്ങോട്ടും ആവാന്നല്ലാതെ വേറൊരു വ്യത്യാസം ഉണ്ടാവില്ല. ഇതിൻ്റെയൊക്കെ ലിങ്ക്, ഇത് വാങ്ങിക്കാനുള്ള പ്രൊഡക്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ടാവും കേട്ടോ. കാരണം ഇത് പേർപ്പിൾ എന്ന് പറയുന്ന വെബ്സൈറ്റിൽ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ. എൻവൈബയുടെ പ്രൊഡക്റ്റ് അതിലാണല്ലോ എന്ന് തോന്നും. യെസ്, അതിൽ തന്നെ ഉള്ളൂ. ഓക്കെ, ഞാൻ എന്തായാലും താഴെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾക്ക് വാങ്ങിക്കാനുള്ള എളുപ്പത്തിന് താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ആഡ് ചെയ്തിട്ടുണ്ടാവും, ചെക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പം ഈ ഒരു പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിൽ പിന്നെ അങ്ങനെ ഒന്നും എൻ്റെ ഷെയ്ഡിൻ്റെ കാര്യം പറയാം. ഓക്കെ, അപ്പോൾ ഷെയ്ഡിൻ്റെ കാര്യമാണ് നമ്മളിനി അടുത്തത് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും ഇതിനെപ്പറ്റി പറയാനില്ല, ഷെയ്ഡിൻ്റെ കാര്യമാണ് പറയാനുള്ളത്. ഞാനത് കറക്റ്റ് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം കേട്ടോ. ഇതിൻ്റെ ഷെയ്ഡിനെ പറ്റി പറഞ്ഞുതരാം. ഇതിൻ്റെ ഷെയ്ഡ് വന്നിട്ട് 5 ഷെയ്ഡ്സ് ആണ് വരുന്നത്. കാണാൻ പറ്റുന്നത് ഇങ്ങനെ 5 ഷെയ്ഡ്സ് ആണ് വരുന്നത്. ഇതിൽ എൻ്റെ ഷെയ്ഡ് വന്നിട്ട് ഫെയർ ബേജ് 02 ആണ് എൻ്റെ ഷെയ്ഡ്. പിന്നെ വരുന്ന ഒരു ഷെയ്ഡ് അതിലും കുറച്ചുകൂടി ലൈറ്റ് ആയിട്ട് വരുന്ന ഷെയ്ഡാണ് പെയിൽ ഐവറി 01 എന്ന് പറയുന്ന ആ ഒരു ഷെയ്ഡ്. പിന്നെ വരുന്നത് ബീച്ച് 03 എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. ഹണി 04 എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. കാരമൽ 05 എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് വരുന്നുണ്ട്. നമ്മുടെ
ഏറ്റവും ഫെയർ ആയിട്ട് ഉള്ളവരാണെങ്കിൽ പെയിൽ ഐവറി എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ചൂസ് ചെയ്യാം. ഞാൻ അത്ര ഫെയർ അല്ല, അതിന് കുറച്ച് താഴോട്ട് അതിന്റെ തൊട്ട താഴെ വരുന്നവർക്ക് ഫെയർ ബേജ് 02 എന്ന് പറയുന്ന ഒരു ഷെയ്ഡ് ചൂസ് ചെയ്യാം. സോ എന്റെ ഷെയ്ഡാണ്, എനിക്കത് കറക്റ്റ് ആണ്. ഓക്കെ, ഞാനിപ്പോൾ 3 തവണയും അതെന്നാണ് വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതിൽ തൊട്ട് മേലോട്ട് വരുന്നവർക്ക് ബേജ് 03 എന്ന് പറയുന്ന ഷെയ്ഡ്, അല്ല സോറി താഴോട്ട് അങ്ങനെ കുറച്ച് ഡാർക്ക് സ്കിൻ ടോണിലേക്ക് വരുമ്പോൾ ബേജ് 03 എന്ന് പറയുന്ന ഷെയ്ഡ് ചൂസ് ചെയ്യാം. പിന്നെ ഹണി 04 എന്ന് പറയുന്ന ഷെയ്ഡ്, അതിലും കുറച്ച് അങ്ങനെ 5 ഷെയ്ഡാണ്. ഏറ്റവും ഡാർക്കിലേക്ക് താഴോട്ട് വരുന്ന സമയത്ത് ഹണി അല്ല കാരമൽ 05 ആ ഒരു റേഞ്ചിൽ നോക്കിയിട്ട് എടുത്താൽ മതി കേട്ടോ. നമ്മൾ ഈ ഒരു 012 അങ്ങനെ പോകുന്ന സമയത്ത് 01 ആയിരിക്കും ഏറ്റവും ഫെയർ. നമുക്ക് ആ ഒരു നമ്പർ കൂടി വരുന്നത്, ഇവിടെ ഇപ്പോൾ 05 ആണ്. അപ്പൊ ഏറ്റവും ഡാർക്കിലേക്ക് പോകുമ്പോൾ അതായിരിക്കും വരാം. ഓക്കെ, അതാണ് നമ്മൾ സ്കിൻ ടോണിനനുസരിച്ച് നോക്കിയിട്ട് വാങ്ങിച്ചാൽ മതി. ഓക്കെ, അപ്പൊ നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടും. പിന്നെ ഇതിൽ അവർ പറയുന്നത് നാച്ചുറൽ മാറ്റ് ഫിനിഷ് ആണ്. കറക്റ്റ് ആണ്, ഞാൻ പറഞ്ഞല്ലോ നല്ലൊരു ഫിനിഷിംഗ് ആണ്. ഞാൻ ഇതൊക്കെ ഇപ്പോഴാട്ടോ വാങ്ങിക്കുന്നത്. ഞാൻ യൂസ് ചെയ്തിട്ടുള്ള എൻ്റെ ഒരു ഇതിലാണ് ഞാൻ ആ ഒരു നല്ല ഫിനിഷിംഗ് ആണെന്ന് പറഞ്ഞതും നന്നായിട്ട് നമുക്ക് ഈസി ആയിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും എന്നൊക്കെ പറഞ്ഞത് ഞാൻ യൂസ് ചെയ്തതിലൂടെയാണ്. ഇപ്പോഴാണ് ഞാനിത് റീഡ് ചെയ്തത്, നിങ്ങൾക്ക് വേണ്ടിയിട്ട് റീഡ് ചെയ്ത് നോക്കുകയാണ് കേട്ടോ. ഓക്കെ, പിന്നെ സ്മൂത്ത് ആൻഡ് ഈവൻ ആപ്ലിക്കേഷൻ കറക്റ്റ് ആണ്. ഞാൻ പറഞ്ഞല്ലോ നന്നായിട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റും. ലോങ് ലാസ്റ്റിംഗ് ആണ്, യെസ് ലോങ് ലാസ്റ്റിംഗ് ആണ്. ബട്ട് ഞാനിപ്പോൾ സ്കിൻ കെയർ അത്യാവശ്യം ഫോളോ ചെയ്ത് വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാൻ തന്നെ പ്ലാൻ ചെയ്തത്. കാരണം ഞാൻ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കുറേ അധികം പ്രൊഡക്റ്റ് ഉണ്ട്. കാരണം ഇത്രയും കറക്റ്റായിട്ട് ഞാൻ ഇതുവരെ കറക്റ്റ് ഒരു എന്താ പറയുക റെഗുലർ ആയിട്ട് ഞാൻ ഫോളോ ചെയ്തിട്ടില്ലായിരുന്നു സ്കിൻ കെയർ റൂട്ടീനൊന്നും ഇതുവരെ. അപ്പം ഞാൻ ഇപ്പം അത് യൂസ് ചെയ്തപ്പം അതിൻ്റെ ഓരോന്നിൻ്റെയും വർക്ക് എനിക്കറിയാം എത്രത്തോളം ഉണ്ടെന്ന്. അടിപൊളിയായിട്ടുള്ളതും വലിയ നല്ലതല്ലാത്തതും ഒക്കെ ഉണ്ട്. അപ്പം അതിൽ അടിപൊളിയായിട്ടുള്ള പ്രൊഡക്റ്റ് നിങ്ങൾക്കും കാണിച്ചു തന്നാൽ നിങ്ങൾക്കും അത് ഉപകാരമാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ പ്ലാൻ ചെയ്ത് തന്നെ. ഓക്കെ, പിന്നെ ലോങ് ലാസ്റ്റിംഗ് അതാണല്ലോ പറഞ്ഞത്. അതായത് എന്താ സംഭവം എന്ന് വെച്ചാൽ ഞാനിപ്പോൾ കറക്റ്റ് റീഅപ്ലൈ ചെയ്യും. എന്ത് സൺസ്ക്രീൻ, ഇതെല്ലാം സൺസ്ക്രീൻ റീഅപ്ലൈ ചെയ്യും. അതിനുശേഷം ഈ ഒരു കോമ്പാക്ട് പൗഡറും കൂടി ഇട്ട് കഴിഞ്ഞാൽ ഓക്കെ സെറ്റ് അടിപൊളിയായിരിക്കും. ഓക്കെ, പെർഫെക്റ്റ് ഫോർ ഡെയിലി വെയർ. കറക്റ്റ് ആണ്, നമുക്ക് ഡെയിലി വെയറിൽ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള. ഞാൻ പറഞ്ഞല്ലോ കോമ്പാക്ട് ടാൽക്കം പൗഡറിന് പകരം നമുക്ക് മാറ്റി വെച്ചിട്ട് ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്യാന്ന് പറഞ്ഞത് ആ ഒരു ഡെയിലി വെയറിൽ പെർഫെക്റ്റ് ആയതുകൊണ്ടും കൂടിയാണ്. ഓക്കെ, ആ ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന ഒരു സംഭവം ഇത് യൂസ് ചെയ്താൽ എന്തായാലും കിട്ടും. കാരണം എനിക്ക് ഇങ്ങനെ വലിയ കോമ്പാക്ട് പൗഡർ ഇഷ്ടമുള്ള ഒരാളല്ലായിരുന്നു. ഞാൻ കൂടുതലും ഒരു ടാൽക്കം പൗഡർ യൂസ് ചെയ്ത ഒരാളായിരുന്നു. പക്ഷെ ഈ ഒരു കോമ്പാക്ട് പൗഡർ യൂസ് ചെയ്തതിന് ശേഷമാണ് എനിക്ക് കംപ്ലീറ്റ്ലി ഞാൻ ടാൽക്കം പൗഡർ ഒഴിവാക്കിയിട്ട് കോമ്പാക്ട് പൗഡറിലേക്ക് വന്നിട്ടുള്ളത്. സോ ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ അത്രയും സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ടാണ്. അപ്പൊ നിങ്ങളൊരു ടാൽക്കം പൗഡർ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കും. പിന്നെ നിങ്ങൾ ഇതിൽ സ്റ്റിക്ക് ഓൺ ആയിരിക്കും, നിങ്ങൾ ഒരിക്കലും ടാൽക്കം പൗഡറിലേക്ക് പോവില്ല. ഓക്കെ, പിന്നെ നിങ്ങൾ കറക്റ്റ് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾ കറക്റ്റ് ഷെയ്ഡ് ചൂസ് ചെയ്യാന്നുള്ളത് മാത്രമാണ്. വേറെ ഒന്നും നോക്കണ്ട. ഷെയ്ഡ് ചൂസ് ചെയ്യുമ്പോൾ കറക്റ്റ് ചൂസ് ചെയ്യാൻ വേണ്ടി നോക്കുക. എനിക്കിത് കണ്ടിട്ട് അത്യാവശ്യം എളുപ്പമാണ്. നിങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും, അത് ഉറപ്പാണ്. എനിക്കിത് കണ്ടിട്ട് അങ്ങനെ തോന്നിയിട്ടുള്ളത്. ഞാനും ഈ ഒരു കാര്യത്തിൽ ഭയങ്കര ഡൗട്ട് അടിച്ച് കളിക്കുന്ന ഒരാളായിരുന്നു. ബട്ട് ഞാനിത് കറക്റ്റായിട്ട് പെട്ടെന്ന് തന്നെ എനിക്ക് പിക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റി. സോ നിങ്ങൾക്ക് പറ്റുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഇത് ഭയങ്കര ലെങ്തി ആയോ എനിക്കറിയില്ല, വലിയ ഐഡിയ ഇല്ല. ഓക്കെ, എന്തായാലും ഇതിൽ നമുക്ക് ആ ഒരു ഇൻട്രൊഡക്ഷൻ ഒക്കെ വന്നതുകൊണ്ട് കുറച്ച് ലെങ്തി ആയിരിക്കാം. ഇനി നെക്സ്റ്റ് വീഡിയോ മേ ബി ചെറുതാവാം, ചിലപ്പം വലുതാവാം. ഓക്കെ, എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി തോന്നുവാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, അവർക്കും യൂസ്ഫുൾ ആവുകയാണെങ്കിൽ ആവട്ടെ. ഓക്കെ, അപ്പൊ ഇത്രയുള്ള വീഡിയോസ്. സീ യു ഓൺ മൈ നെക്സ്റ്റ് വീഡിയോ. ടേക്ക് കെയർ, ബൈ.